ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു റഡാർ സിസ്റ്റം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇതിനുവേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ ഒരു ബ്രെഡ് ബോർഡാണ്, പിന്നെ കുറച്ച് വയർസ്, ഇതിന് വേറെ ജമ്പർ വയർസാണ്, സർവോ മോട്ടർ, പിന്നെ അർഡുയിനോ യൂനോ ബോർഡ്, ഒരു അൾട്രാസോണിക് സെൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ബ്രെഡ് ബോർഡ് എടുത്ത് വയ്ക്കുന്നു. ഇനി നമുക്ക് അതിലേക്ക് അർഡുയിനോ ബോർഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഒട്ടിക്കുക. ശേഷം നമുക്ക് സർവോ മോട്ടർ അടുത്ത നമുക്ക് ആവശ്യമുള്ള സർവോ എടുത്ത് അതും ബ്രെഡ് ബോർഡിൻ്റെ തലപ്പത്തായി നമുക്ക് ഒന്ന് ടൈപ്പ് ചെയ്ത് ഒട്ടിച്ചേക്കാം. ഓക്കെ, ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഇനി അർഡുയിനോയും സർവോ മോട്ടോറുമായി കണക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സർവോ മോട്ടറിൽ 3 വയറുകളാണുള്ളത്. അത് ഞാൻ ജമ്പർ വയർസ് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് അർഡുയിനോയുമായി കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ റെഡ് വയർ അർഡുയിനോയിലെ 5 വോൾട്ടുമായി, ലൈറ്റ് ബ്ലാക്ക് വയർ അർഡുയിനോ GND പിന്നുമായി, ഓറഞ്ച് വയർ ഡിജിറ്റൽ പിൻ അർഡുയിനോയിലെ 12-ലും നമ്മൾ കണക്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് കണക്ട് ചെയ്യാം. ശേഷം നമുക്ക് അൾട്രാസോണിക് സെൻസർ ആണ് വയ്ക്കുന്നത്. അത് നമുക്ക് അതിൻ്റെ പിന്നുകളായി നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഇതിന് 4 പിന്നുകളാണ് ഉണ്ടാവുക. അത് നമുക്കൊന്ന് ആദ്യം വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. ലാസ്റ്റ് പിന്നും കണക്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്കിത് സർവോ മോട്ടറിൻ്റെ മുകൾ ഭാഗത്തായി ഇങ്ങനെ ഒട്ടിച്ചേക്കാം. ഓക്കെ, ഒട്ടിച്ചു വെച്ചതിന് ശേഷം ഇനി നമുക്ക് അർഡുയിനോയും അൾട്രാസോണിക് സെൻസറുമായി ഇത് കണക്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ കണക്ഷൻ വരുന്നത് 4 പിന്നുകളുണ്ട്. അതിൻ്റെ കണക്ഷൻസ് അപ്പോൾ ഇതിൻ്റെ കണക്ഷനാണെങ്കിൽ കണക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്, അപ്പോൾ ഇതിൽ കണക്ട് ചെയ്യുന്ന വിധം അൾട്രാസോണിക്കിലെ VCC പിൻ അർഡുയിനോയിലെ 5 വോൾട്ടുമായും, GND അർഡുയിനോയിലെ GND-യുമായും, ട്രിങ് പിൻ അർഡുയിനോയിലെ ഡിജിറ്റൽ പിൻ 10-മായും, എക്കോ പിൻ അർഡുയിനോയിലെ ഡിജിറ്റൽ പിൻ 11-മായിട്ടാണ് നമുക്ക് കണക്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാർഡ്വെയറിൻ്റെ ഒരുവിധം പണി പൂർത്തിയാക്കുകയാണ്. ശേഷം ഇങ്ങനെ ഉണ്ടാവും. അൾട്രാസോണിക് സെൻസറും സെർവോയുമായി അർഡുയിനോയിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാം. കുറച്ച് കോഡ്സ് ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിനെ കേബിൾ ഉപയോഗിച്ച് USB ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് കമ്പ്യൂട്ടറാണ്, അതുകൊണ്ട് കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് ഇനി പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ആയി നമുക്ക് അർഡുയിനോൻ്റെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ ഒരു കോഡ് അടിച്ചു കൊടുക്കേണ്ടതുണ്ട്. ആ കോഡൊക്കെ ഡിസ്ക്രിപ്ഷനിൽ നിന്നും ലഭ്യമാണ്. ഓക്കെ, ഇത് നമുക്ക് ബാക്ക് സ്പേസ് കളയാം. ഓക്കെ, നമുക്കിനി അടുത്തതായി കോഡ് നമുക്കെടുത്ത് കോപ്പി ചെയ്യേണ്ടതുണ്ട്.
ഇതാണ് കോഡ്. നമുക്ക് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യാം. സെലക്ട് ഓൾ, കോപ്പി. ഓക്കെ, ഇനി നമുക്ക് അർഡുയിനോൻ്റെ സോഫ്റ്റ്വെയർ നമുക്കിത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് വെരിഫൈ ചെയ്യാം ഈ കോഡ് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന്. അതിനുശേഷം അപ്ലോഡ് ചെയ്യേണ്ടത്. അതിന് മുന്നായി നമുക്ക് ഇതിൻ്റെ ടൂൾസിൽ പോയി ഏത് പോർട്ടുമായാണ് ഇത് അർഡുയിനോ കണക്ട് ചെയ്തതെന്ന് നോക്കാം. ഓക്കെ, ഇത് COM3 പോർട്ടിലാണ് കണക്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് അടുത്ത സോഫ്റ്റ്വെയറിൽ ആവശ്യമായിട്ട് വരും. ഓക്കെ, നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, വെരിഫൈ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഈ കോഡ് അപ്ലോഡ് ചെയ്യാം അർഡുയിനോ ബോർഡിലേക്ക്. അപ്പോൾ അപ്ലോഡിങ് ആവുന്നുണ്ട്. അപ്പോൾ അപ്ലോഡ് കംപ്ലീറ്റ് ആയതോടെ നമുക്ക് സെർവോ മോട്ടർ റൊട്ടേറ്റ് ചെയ്യാൻ കാണാം. 180 ഡിഗ്രി ആംഗിളാവും ഇത് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് പ്രോസസ്സിംഗ് 3 എന്ന സോഫ്റ്റ്വെയറാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഇനി അതിലേക്ക് പോവാം. അതിന് മുന്നേ നമുക്ക് അതിലെ ആവശ്യമായ കോഡ് ഒന്ന് കോപ്പി ചെയ്യാം. ഇതാണ് ആ കോഡ്. നമുക്കൊന്ന് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യാം. അപ്പോൾ കോപ്പി ചെയ്തു. ഇനി നമുക്ക് പ്രോസസ് എന്ന സോഫ്റ്റ്വെയറിൽ നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതാണ് പ്രോസസ്സിംഗ് 3 എന്ന സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസ്. ഓക്കെ, നമുക്കിനി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. പേസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ പോർട്ട്, നമ്മുടെ അർഡുയിനോൻ്റെ പോർട്ട് ഏത് കോമിലാണ് കണക്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ COM3യിലാണ്. അപ്പോൾ നമുക്കത് കോഡിലും COM3 തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. അഥവാ COM3 അല്ലെങ്കിൽ നിങ്ങളുടെ അർഡുയിനോ ആ പോർട്ടിലല്ല കണക്റ്റ് ആയിരുന്നെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വിഷ്വൽ ഔട്ട്പുട്ടിനായി നമുക്ക് ഈ കോഡ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആദ്യത്തെ തവണ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം പിടിക്കും വിഷ്വൽ ഔട്ട്പുട്ട് ലഭിക്കാനായി. ഓക്കെ, നമ്മുടെ വിഷ്വൽ ഔട്ട്പുട്ട് ഇതാണ്. ഇതിൽ പറയുന്നത് ഗ്രീൻ ലൈൻ ഈസ് നോ ഒബ്ജക്റ്റ്, റെഡ് ലൈൻ ഈസ് ഒബ്ജക്റ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ വിഷ്വൽ ഔട്ട്പുട്ട് ലഭിക്കുന്നത്. ഓക്കെ, ഇതിന് ഒരു ഒബ്ജക്റ്റിന് ഡിസ്റ്റൻസ്, ആംഗിൾ ഒക്കെ ഇതിന് ലഭ്യമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്.